ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് സ്റ്റവ് ടോപ്പിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അതുമാത്രമല്ല, നമുക്ക് ഇതിനകത്തേക്കുള്ള ബാറ്റർ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ നമുക്ക് ഇലക്ട്രിക് ബീറ്ററോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള നമ്മുടെ സാധാ ഗ്രൈൻഡർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ മിക്സി, അത് മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കേക്കിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാരമൽ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പ് ഷുഗർ, പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ, അതൊരു സോസ് പാനിലേക്ക് ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ആദ്യം. അപ്പോൾ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം അതിങ്ങനെ ഉരുകി വരില്ലേ, ആ ഒരു സ്റ്റേജിൽ ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം കുറച്ച് ചുവട് കട്ടിയായിട്ടുള്ള സോസ് പാനോ അതല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കട്ടിയില്ലാത്ത പാത്രങ്ങൾ എടുക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി കേട്ടോ. ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കളറ് മാറിയിട്ട്, ഷുഗറിൻ്റെ കളറ് മാറി നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറാവണം. നമ്മൾ സാധാരണ പ്ലം കേക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ ഒരു സ്റ്റേജ് നമ്മൾ പ്ലം കേക്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കാണ്, പക്ഷേ ഒത്തിരി അങ്ങ് ബ്ലാക്ക് ആയിട്ട് കരിഞ്ഞു പോകുകയും ചെയ്യരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഓറഞ്ച് കളറാകുമ്പോൾ പിന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതേ ആ ഒരു ഓറഞ്ച് കളറ് ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. അതുവരെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷുഗറിൻ്റെ ഈ ഒരു കാരമൽ ചെറുതായിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്യാൻ തുടങ്ങും, ചെറുതായിട്ട് ഇങ്ങനെ തിളക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു കളറാവും, കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ളൊരു കളറാവും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം കുറച്ച് വിട്ട് നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീറ്റി പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് ചെറുതായിട്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും ഒരു മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിൽ കൂടുതൽ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളിങ്ങനെ കാരമൽ തയ്യാറാക്കിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ കട്ടയായിട്ടൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പം ആ ഒരു കട്ടയായിട്ട് വന്നിട്ടുള്ളതൊക്കെ മാറിയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക. എന്നതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി നമ്മുടെ കേക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പ്ലം കേക്ക് ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യമാണിത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി അങ്ങോട്ട് കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനൊരു കയ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. ഇതിന് ശേഷമാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭാഗത്ത് നമ്മൾ ആദ്യമേ തന്നെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനുള്ള കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലുള്ള കേക്ക് ടിന്നും എടുക്കാം കേട്ടോ. ഇതുപോലത്തെ സ്ക്വയറോ അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നീളത്തിലുള്ളതോ, അതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബണ്ട് ഷേപ്പിലായിട്ടുള്ള കേക്ക് ടിന്നോ ഏത് വേണേലും എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ വശത്തും നല്ലപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നമ്മുടെ ബട്ടർ വെച്ചിട്ടോ നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ബണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് എല്ലാ വശത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഷേപ്പിലുള്ള കേക്കിൻ്റെ എടുക്കുമ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ മൈദപ്പൊടി ഞാൻ എല്ലാ വശവും നന്നായിട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള പൊടി നമ്മൾ പുറത്തോട്ട് കളയണം കേട്ടോ. തട്ടിയിട്ട് പുറത്തോട്ട് കളയണം. ഒരുപാട് പൊടി അതിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ പണികളൊക്കെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കും മുമ്പേ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള നനവില്ലാത്തൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനൊരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദയാണ് ചേർക്കുന്നത്. നമ്മുടെ 250 ml മെഷർമെൻറ്റ് കപ്പില്ലേ, അതിന് 1 കപ്പ് ആദ്യം എടുക്കുക. പിന്നെ 1/2 കപ്പ് അളവിനുള്ള കപ്പിലെടുത്താലും മതി. അതല്ലെങ്കിൽ ഇതിൽ 1/2 കപ്പ് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. അതൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മളൊരു 1/2 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പ സോഡ, അത് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർക്കുക. അപ്പോൾ കേക്കിലേക്ക് നമ്മൾ എപ്പോഴും ഫ്ലോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് വടിച്ചിട്ട് എടുക്കണം. എങ്കിലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ.
ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുക. 1-2 തവണയായിട്ട് നല്ലപോലെ തന്നെ ഇടഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ ഒരു തവണ ഇടഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഭാഗത്ത് ആദ്യമേ തന്നെ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ അടുത്ത് നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ നമ്മളിപ്പം ഇലക്ട്രിക് ബീറ്ററും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള നമ്മുടെ മിക്സിയുടെ ജാറാണ് കേട്ടോ അത്. മിക്സിയുടെ വലിയ ജാറാണ്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം സൈസുള്ള മുട്ടയാണ്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മുട്ടയും നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മിക്സിയുടെ ജാറിനകത്ത് ചെയ്യുമ്പം ആ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളമൊന്നും അതിലേക്ക് വീഴാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഷുഗറാണ്. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ഷുഗറാണ്. പൊടിക്കാത്ത ഷുഗറാണ് കേട്ടോ. 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും മധുരം വേണ്ട എന്നുള്ളവർ 1/2 കപ്പ് ചേർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ കാരമലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ മധുരം വേണം. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പോളം ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഷുഗറും എഗ്ഗും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സംഭവങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ. അതായത് ഇതുപോലുള്ള പഴമാണ്. ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന പഴമാണ്. നമ്മുടെ നേന്ത്രപ്പഴം ഒന്നല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഏത് പഴം എടുക്കാം. നേന്ത്രപ്പഴം എടുക്കാം, നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ചെറുപഴങ്ങളൊക്കെ എടുക്കാം, റോബസ്റ്റ് പഴം എടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള പഴം, ഒരു പഴം മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വനിലയുടെ പൗഡറാണ്. ഒരു 1/4 ടീസ്പൂണോളം വനിലയുടെ പൗഡർ ചേർക്കുക. അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ വനിലയുടെ എസൻസ് 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. എഗ്ഗ്, അതുപോലെ പഴം, ഷുഗർ, ഓയിൽ, വനില എസൻസ്, അതല്ലെങ്കിൽ വനിലയുടെ പൗഡർ കേട്ടോ. ഇത്രയാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല പോലെ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായി കിട്ടുന്നവരെ നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. മാത്രമല്ല നമ്മൾ ചേർത്തിട്ടുള്ള പഴമൊക്കെ നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ നല്ല പോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു ടെക്സ്ചറാണ്. നമ്മുടെ മുട്ടയൊക്കെ അങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ. നമ്മൾ സാധാരണ നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുന്ന അത്രയും കണ്ട് ഫ്ലഫി ആയിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ മിക്സ് അല്ല. പക്ഷേ എങ്കിലും നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു ബൗളിലേക്ക്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിനകത്ത് കുറച്ചുകൂടെ ബാറ്റർ ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് കൊണ്ടുപോയിട്ട് കഴുകാനൊന്നും പോകരുത്. നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്ററിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ ഒരു ബാറ്ററും കൂടെ അങ്ങ് പോന്നോളും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാരമലാണ്. അപ്പോൾ ഇതേ കാരമൽ കുറച്ചുകൂടെ ഒന്ന് നല്ല കട്ടിക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ല കട്ടിയായിട്ടല്ല, ഈ ഒരു രീതിയിൽ ഒഴുകുന്നൊരു കണ്ടീഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാരമലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററിൻ്റെ കളർ മാറും കേട്ടോ. നല്ലൊരു കാരമലിൻ്റെ കളർ വരും. അപ്പോൾ ഒരു കാരമൽ നമ്മൾ നേരത്തെ നമ്മുടെ മിക്സിയിലെല്ലാം ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തില്ലേ, ആ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്ലോറും കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും ഒറ്റ തവണയായിട്ട് ചേർത്തിട്ടല്ല കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് കുത്തി ഇളക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത്. ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഫ്ലോർ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 കപ്പ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ ആ പാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ഈ ഒരു മിക്സ്, ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതിനകത്ത് കുറച്ചുകൂടെ ബാറ്റർ ബാക്കി ഉണ്ടാവും. അതൊന്ന് നന്നായിട്ട് കുലുക്കി എടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 1/4 കപ്പ് പാൽ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനതിലങ്ങനെ ബാറ്റർ നിൽക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഷുഗറും എഗ്ഗും ഒക്കെ അതിനകത്ത് ബാക്കി ഇങ്ങനെ മിക്സിയുടെ ജാറിൽ കണ്ടതുകൊണ്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. വളരെ പതിയെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ, നല്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ കേക്കിന് ടേസ്റ്റ് കുറവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ റൈസിൻസും കൂടെ കുറച്ച് പിസ്ത കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്.
ഈ ഒരു ബാറ്ററിൽ നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ബാക്കി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു ബണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലേ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിനകത്തുള്ള എയറും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയെല്ലാ നട്ട്സും കാര്യങ്ങളും കൂടെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരേ രീതിയിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു നട്ട്സ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാണാൻ. അങ്ങനെ താഴെ പോകുന്നില്ല കേട്ടോ. ബേക്ക് ആയിട്ട് വരുമ്പോൾ മുകളിൽ തന്നെ ഉണ്ടാവും. നമ്മളിങ്ങനെ ചേർക്കുമ്പം നട്ട്സും കാര്യങ്ങളൊന്നും താഴെ പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഓവനിലൊന്നല്ല ഇത് ബേക്ക് ചെയ്യുന്നത്, നമ്മൾ സാധാ സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഓവനിൽ ചെയ്യുന്നവർ 10 മിനിറ്റ് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാനിതുപോലെ ഒരു പഴയൊരു പാത്രമാണ്. അപ്പോൾ ഇത് ഒരുപാടൊന്നും കട്ടിയില്ലാത്തൊരു പാത്രമാണ്. പക്ഷേ ഈ ഒരു കേക്ക് ടിന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇതുപോലുള്ളൊരു വയർ റാക്ക്, ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ആ പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആദ്യമേ നമ്മളിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഓവൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ഇത് നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടാവണ്ട കേട്ടോ, ചെറുതായിട്ടൊരു ചൂട് മതി. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്റ്റൗ ടോപ്പിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ കട്ടിയും നമ്മുടെ ഫ്ലെയിമിൻ്റെ ചൂടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിന് ഡിപ്പെൻഡഡ് ആണ്. എനിക്കിപ്പോൾ ഇത് നമ്മളൊരു 3 മിനിറ്റ് നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യും. അതിന് ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ടൈം നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 30 മുതൽ 35 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തിട്ട് കിട്ടാറുണ്ട് ഈ ഒരു പാത്രത്തിൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഇതേ മാവൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചൊന്നും കാണുന്നില്ല. എല്ലാ വശവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഈ ഒരു പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്, ചെറുതായിട്ടൊന്ന് സൈഡ് പിടിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് ടിൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ ഒരു പാത്രം മുകളിൽ വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. നല്ല ചൂടോട് കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്ന ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്നും ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതേ കണ്ടോ, ചൂടോട് കൂടി എടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കേക്കിൻ്റെ താഴെ വശമാണ്. നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് വശം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മൾ ആ ചേർത്തിയിട്ടുള്ള നമ്മുടെ പിസ്തയും കാഷ്യൂനട്ടും അതുപോലെ തന്നെ റൈസിൻസും ഒന്നും നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ അകത്തേക്കൊന്നും പോയിട്ടില്ല, ടോപ്പിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു കേക്ക് കേട്ടോ. മാത്രമല്ല നല്ല സോഫ്റ്റാണ്. എല്ലാ വശവും ഒരേപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റൗ ടോപ്പിൽ ചെയ്ത കേക്കാണെന്നൊന്നും പറയില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആണ്. ഓവനിലൊക്കെ ചെയ്യുന്ന അത്ര പോലെ തന്നെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അതിലിങ്ങനെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ധാരണയാണ് ഓവനിൽ ചെയ്താൽ മാത്രമേ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അതുമാത്രമല്ല ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ എന്ന് കുറച്ചെങ്കിലും പേർക്ക് അങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷെ ഒക്കെ ചുമ്മാതെയാണ് കേട്ടോ. നമ്മളിപ്പോൾ അതേ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല, ഓവന് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പിടിച്ച് വെക്കുമ്പോഴത്തേന് അത്രയും സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് നല്ല നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട്, നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ നാട്ടിലാണല്ലോ നമുക്ക് നേന്ത്രപ്പഴം സുലഭമായിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് കറുത്ത് പോയിട്ടൊക്കെ ഉള്ള പഴം ഉണ്ടാവുമല്ലോ, നമ്മളിപ്പം കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ മടിയാണ്. പക്ഷെ അങ്ങനെയുള്ള പഴമൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നമുക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം, അതൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഴമൊക്കെ ചേർത്തിട്ട് കാരമലൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.